അങ്ങനെ നമ്മുടെ അലീനയും അപ്പച്ചനും ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് നിൽക്കണ സമയത്ത് നമ്മുടെ അലീന അപ്പച്ചനോട് പറയുന്നുണ്ട്, അപ്പച്ചൻ ഒന്ന് പപ്പയോട് പറഞ്ഞ് മനസ്സിലാക്കണം, ഇനി ഇങ്ങനെ കുടിക്കരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം എനിക്ക് ഇനി ഒരാളെ നഷ്ടപ്പെടാൻ വയ്യ. ചെറുപ്പത്തിൽ ഞാൻ അച്ഛാന്ന് വിളിക്കാൻ എത്രമാത്രം കൊതിച്ചിരുന്നു എന്നറിയോ. ആ സമയത്ത് ബ്രിജിത്ത മമ്മി വന്ന് എന്നെ മടിയിൽ വെച്ചിട്ട് പറയും, ദൈവത്തിന് ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ ദൈവം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കും. അത് കേട്ടിട്ട് ഞാൻ കരച്ചിലൊക്കെ മാറ്റി കളിച്ചിരുന്നു. അതുകൊണ്ടാണ് അപ്പച്ച പറയണത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീനെ സമാധാനപ്പെടുത്തിയിട്ട് നമ്മുടെ അപ്പച്ച ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പൗലോസും വിനോദും പറയുന്നുണ്ട്, ഈ പെണ്ണിന് എന്തൊക്കെയോ ഒരു സൂത്രവിദ്യ അറിയും, അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടിയച്ചായനും കൂടി മയക്കാനുള്ള വിദ്യ അവളുടെ അടുത്തുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ കുട്ടിച്ചായ അവളുടെ മുന്നിൽ ഇങ്ങനെ മയങ്ങില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ വൈജ ഓഫീസിലേക്ക് പുറപ്പെട്ട് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് തൊട്ട് ഓഫീസിൽ പോവാണെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എവിടേക്ക് പോയാൽ എനിക്ക് എന്താ, എന്നോട് എന്തിനാ സമ്മതം ചോദിക്കുന്നത്, ചോദ്യം പറച്ചിലുമായി വന്നാൽ പിന്നെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ പിന്നെ നിനക്ക് പറയാൻ ഉത്തരം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ വൈജയ്ക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. ബാലചന്ദ്രൻ അതിലേക്കേറെ വിഷമിച്ചിട്ട് കാറിൽ പോണ സമയത്ത് നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത്, ഓക്കെ ആയിട്ട് തോന്നുന്നില്ലേ, പിന്നെ എന്താടി എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ചിട്ട് നമ്മുടെ ബാലചന്ദ്രൻ കാർ എടുത്തിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അപ്പച്ചൻ അലീന പറഞ്ഞതനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റാൻലിയോട് വന്ന് പറയുന്നുണ്ട്, നീ ഇങ്ങനെ കുടിക്കരുത്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ആരുണ്ട്, നിൻ്റെ ഭാര്യ വീട്ടുകാർ വന്നിട്ട് ആദ്യം അവളെ പുറത്താക്കും, പിന്നെ എന്നെയും പുറത്താക്കും, ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പെരുമാറിയ നിനക്ക് കൊള്ളാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സ്റ്റാൻലി അപ്പച്ചൻ പറഞ്ഞതൊക്കെ സത്യമാണ്, ഞാൻ അങ്ങനെ മദ്യപിക്കുന്നത് തെറ്റാണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് കിടക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.